ഷേപ്സ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ്. അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഷേപ്പിനെ കുറിച്ചാണ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദി ബൗണ്ടറി സർഫസ് ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ ഈസ് സ്ഫെറിക്കലി സിമെട്രിക്കൽ. നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നും കാണാം, ഓരോന്നും മനസ്സിലാക്കാം. അതിന് മുമ്പ് ഷേപ്പ് ഓഫ് എസ് ഓർബിറ്റൽ ഈസ് സ്ഫെറിക്കലി സിമെട്രിക്കൽ ആൻഡ് ദാറ്റ് ഓഫ് പി ഓർബിറ്റൽ ഈസ് ഡംബൽ വിത്ത് 2 lobes. എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് സർഫസ് ഷേപ്പ് എന്ന് പറഞ്ഞാൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്, ഒരു ബോൾ പോലെയാണ്. എന്നാൽ പി ഓർബിറ്റൽ ഷേപ്പ് ഡംബൽ ഷേപ്പാണ്. ഡംബൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഡംബൽ എന്ന് പറയുന്നത് അതേപോലെ തന്നെ 2 ബലൂണുകൾ കൂട്ടിക്കെട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അതുപോലുള്ള ഷേപ്പാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ പി ഓർബിറ്റലിന് പി എക്സ്, പി വൈ, പി സെഡ് 3 ഓറിയന്റേഷൻസ് പോസിബിൾ ആണ്. പി എക്സ്, പി വൈ, പി സെഡ്. ഡി ഓർബിറ്റലിനാണെങ്കിൽ ഡി ഓറിയന്റേഷൻസ് 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 പോസിബിൾ ആണ്. ഡി എക്സ് വൈ, ഡി എക്സ് വൈ സെഡ്, സെഡ് വൈ, ഡി എക്സ് സെഡ്, ഡി സ്ക്വയർ, ഡി എക്സ് സ്ക്വയർ മൈനസ് സ്ക്വയർ, ഇങ്ങനെ 5 ഓറിയന്റേഷൻസ് ഡി ഓർബിറ്റലിന് പോസിബിൾ ആണ്. ഓരോന്നിന്റെ ഷേപ്പ് നമുക്ക് പറയാം. നമ്മളെ ഓരോ ഓർബിറ്റലിന്റെ ഷേപ്പുകളായിട്ട് നമ്മൾ പറയാം. ഇപ്പോൾ ഒന്നാമത്തെ 1s ഓർബിറ്റൽ അല്ലെ എസ് ഓർബിറ്റലിന്റെ ഷേപ്പ് നമ്മൾ പറഞ്ഞു സ്ഫെറിക്കലി സിമെട്രിക്കൽ. സ്ഫെറിക്കലി സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ഷേപ്പാണ് 1s ഓർബിറ്റലിനുള്ളത്. ആ എസ് ഓർബിറ്റലിന് സ്ഫെറിക്കലി സിമെട്രിക്കൽ അല്ലെങ്കിൽ ഒരു സിമെട്രിക്കൽ സ്ഫിയർ ഷേപ്പാണുള്ളത് നമ്മൾ പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ആദ്യം 1s ഓർബിറ്റലിനാണ്. ഈ സ്ഫെറിക്കലി സിമെട്രിക്കൽ എന്നൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് അല്ലെങ്കിൽ ഷേപ്പ് അതാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും ഒരു റിജിഡ് ആയിട്ടുള്ള ഒരു ഷേപ്പായിട്ട് നമ്മൾ കാണരുത്. ഇവിടെ കുറെ ഡോട്ടുകളായിട്ടാണ്, ഒരു സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഡോട്ടുകളായിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ സ്പ്രെഡ് ചെയ്തെടുക്കുന്ന ഡോട്ടുകൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആ ഓരോ സ്പോട്ടുകളും ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡെൻസിറ്റിയാണ്, ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അപ്പൊ കൂടുതൽ ഡോട്ടുകളുള്ള ഭാഗത്ത് കൂടുതൽ സാധ്യതയുണ്ട് ഇലക്ട്രോണിനെ കാണാൻ. സ്പോട്ടുകൾ കുറയുന്നതിനനുസരിച്ച് ഇലക്ട്രോണിനെ കണ്ടുമുട്ടാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഒരു ഡോട്ടുകളുടെ അല്ലെങ്കിൽ ആ പ്രോബബിലിറ്റി ഏരിയ, സാധ്യതയുള്ള ഏരിയയുടെ ആകൃതിയാണ് നമ്മൾ ഈ പറയുന്നത് എസ് ഓർബിറ്റലിന്റെ സ്ഫെറിക്കലി സിമെട്രിക്കൽ ആണ്, അല്ലെങ്കിൽ സിമെട്രിക്കൽ പന്ത് പോലെ സ്ഫെറിക്കൽ ഷേപ്പാണ്. സ്ഫെറിക്കലി സിമെട്രിക്കൽ എന്നാണ് ഷേപ്പ് പറയാം. സിമെട്രിക്കൽ സ്ഫിയർ അല്ലെങ്കിൽ സ്ഫെറിക്കലി സിമെട്രിക്കൽ. നമുക്ക് അതിൽ തന്നെ ഓരോ ഓർബിറ്റലും നമ്മൾ പരിചയപ്പെടണം. ആദ്യം 1s ഓർബിറ്റൽ. 1s ഓർബിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ് വൈ സെഡ് ആക്സിസിന്റെ ഇവിടെ അതിന്റെ സെന്റർ ഓറിജിൻ സെന്ററിൽ, ആ സെന്ററിലാണ് ന്യൂക്ലിയസ് ഉള്ളത്. അതിന് ചുറ്റും ഈ രീതിയിലാണ് എസ് ഓർബിറ്റൽ. അപ്പൊ നമ്മൾ വരയ്ക്കണ സമയത്ത് ചെയ്യുന്നത് ആദ്യം നമ്മൾ കനം കുറച്ചൊരു സ്ഫിയർ ഇങ്ങനെ വരയ്ക്കും. പെൻസിലായിട്ട് കനം കുറച്ചൊരു സ്ഫിയർ വരച്ചിട്ട് അത്രയും ഭാഗം നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യും. അങ്ങനെ ഉണ്ടാവും. അല്ലാതെ കറക്റ്റ് എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ആ ബൗണ്ടറി മായ്ച്ചു കളയുമ്പോൾ കറക്റ്റ് ഒരു ബൗണ്ടറി ഇല്ല. ഇതിൽ നോക്കുക, ഇതിൽ നമുക്ക് അങ്ങനെ ഒരു വൃത്തം കാണാൻ പറ്റൂല. അപ്പൊ അങ്ങനെ വൃത്തമില്ല, അത് പ്രത്യേകം മനസ്സിലാക്കി. എക്സ് ഓർബിറ്റൽ വരയ്ക്കുമ്പോൾ ഒരു വൃത്തവും അതിനുള്ളിൽ ഷെയ്ഡുമല്ല, അങ്ങനെ ഒരു തെറ്റായ ധാരണ ഉണ്ട്. അങ്ങനെ ഇല്ല. നമുക്ക് വേണമെങ്കിൽ സൗകര്യത്തിന് ആ ഡോട്ടുകൾ കറക്റ്റ് ഒരു സ്ഫിയറിന്റെ ഉള്ളിൽ വരാൻ വേണ്ടി വേണമെങ്കിൽ നമുക്ക് ഒരു സർക്കിള് വരച്ചിട്ട് അതിൽ ഷെയ്ഡ് ചെയ്യാം. അതിൽ ഷെയ്ഡ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ബൗണ്ടറി നമുക്ക് ഒഴിവാക്കണം. അപ്പൊ അങ്ങനത്തെ ഒരു ഷേപ്പാണ്, അത് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു ഷേപ്പാണ് 1s ഓർബിറ്റലിന് ഉള്ളത്. ഡെൻസിറ്റി ഓഫ് ദി ക്ലൗഡ് gives the probability of where the electron is located. നേരത്തെ പറഞ്ഞ സംഗതി തന്നെയാണ് ഈ ഡെൻസിറ്റി ഓഫ് ക്ലൗഡ്. ക്ലൗഡ് എന്ന് പറഞ്ഞാൽ ഈ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ മേഘം എന്നുള്ള അർത്ഥം തന്നെ. ഇലക്ട്രോൺ ക്ലൗഡ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ അതിന്റെ തീവ്രത, അത് that gives the probability of where the electron is located. എവിടെയാണ് ഇലക്ട്രോൺ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നതിന്റെ പ്രോബബിലിറ്റിയെ, സാധ്യതയെ കാണിക്കുന്നതാണ് ആ ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡെൻസിറ്റി. അത് നോക്കുക, എവിടെയാണ് ഡെൻസിറ്റി ഏറ്റവും പുറത്ത് 6% ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള ചാൻസ് വളരെ കുറവാണ്. കുറച്ചും കൂടി മുകളിൽ പോയി കഴിഞ്ഞാൽ 18%. 18% എന്ന് പറഞ്ഞാൽ ഇവിടത്തിനേക്കാളും കൂടുതലാണ്. വീണ്ടും പോയി കഴിഞ്ഞാൽ 44%. അവിടെ ഇലക്ട്രോണിനെ കാണാനുള്ള പ്രോബബിലിറ്റി, സാധ്യത കൂടുതലാണ്. സെന്ററിലേക്ക് അല്ലെങ്കിൽ സെന്റർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ 32% ആണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ ഇലക്ട്രോൺ ഡെൻസിറ്റി. അപ്പൊ അതിനനുസരിച്ചാണ് ഈ കളർ നോക്കുക, ഏറ്റവും ഡെൻസിറ്റി ഇവിടെ ആയിരിക്കും കൂടുതൽ, അതിന് കുറവായിരിക്കും ഇവിടെ. ഇവിടെയൊക്കെ ഉള്ളതിനേക്കാളും കുറവായിരിക്കും. 18% ഏറ്റവും കുറവുള്ളത് ഔട്ടർ റീജിയനിൽ 8% ആണ് അവിടെ ഇലക്ട്രോൺസ്. ഈ ഒന്നുമല്ല, ഈ സർക്കിൾ ഓരോ റീജിയൻ വേർതിരിച്ചു കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോ ആ ഇലക്ട്രോൺ ക്ലൗഡിന്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ഇവിടെ കാണുന്ന കളറിന്റെ ഡെൻസിറ്റിയാണ്
ഡെൻസിറ്റി കൂടുതലുള്ള ഭാഗത്ത് ഇലക്ട്രോണെ കാണാൻ സാധ്യത കൂടുതലും, ഡെൻസിറ്റി കുറഞ്ഞ ഭാഗത്ത് ഇലക്ട്രോണെ കാണാൻ സാധ്യത കുറവുള്ള മേഖലയാണ്. അടുത്ത 2s ഓർബിറ്റലിന്റെ ഷേപ്പാണ്. 2s ഓർബിറ്റലിന്റെ ഷേപ്പാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. 2s ഓർബിറ്റിന്റെ ഷേപ്പ് പറയുമ്പോൾ ഈ ഉള്ളിൽ കാണുന്ന 1s ഓർബിറ്റലാണ്. ഇതിന് പുറത്ത് കാണുന്ന ബ്ലൂ കളറിൽ കാണുന്നതാണ് 2s ഓർബിറ്റൽ. അപ്പൊ 1s ഓർബിറ്റല് ഞാൻ നേരത്തെ പരിചയപ്പെടുത്തിയ ആ 1s ഓർബിറ്റൽ തന്നെയാണ്. ഇനി അതൊന്ന് സൈസ് ചെറുതാക്കി കാണിച്ചു എന്നുള്ളൂ. 2s ഓർബിറ്റൽ അതിന് പുറത്ത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് 2s ഓർബിറ്റൽ. അതും എന്ത് തന്നെയാണ്? ഇലക്ട്രോൺ ക്ലൗഡ് ആണ്. ഈ ഇലക്ട്രോൺ ക്ലൗഡ് ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ സർക്കിൾ പോലെയാണ് ഉണ്ടാവുക. ആ സർക്കിൾ അതും തന്നെ എന്തല്ല, സ്പെസിഫിക് സർക്കിൾ അല്ല, പ്രത്യേകം മനസ്സിലാക്കുക, റിജിഡ് ആയിട്ടുള്ള സർക്കിൾ അല്ല. അവിടെയും എന്താണ്, ഒരു ഷെയ്ഡ് പോലെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഡോട്ടുകളാണ്, അല്ലാതെ ലൈനുകളില്ല. അപ്പോ ഒന്നാമത്തേന് സ്ഫിയർ വന്നു, അതിന്റെ പുറത്ത് വേറൊരു സ്ഫിയർ, ഒരു ഉള്ളിൽ ഒരു പന്ത് സങ്കല്പിക്കുക, അതിന് പുറത്ത് വേറൊരു പന്ത്. അപ്പൊ ആ രണ്ട് പന്തിനിടയിൽ ഉണ്ടാവും ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പാണ് ഈ പിന്നെ വൈറ്റ് സ്പേസ് ആയിട്ട് കാണുന്നത്. ഈ വൈറ്റ് സ്പേസിന്റെ പ്രത്യേകത, ഈ വൈറ്റ് സ്പേസ് ഉള്ള ഭാഗത്ത് ദർ ഇസ് നോ പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിനെ കാണാൻ തീരെ സാധ്യതയില്ലാത്ത. അപ്പൊ 1s കഴിഞ്ഞാൽ 2sലേക്ക് എത്തുന്നതിന്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പില് ഇലക്ട്രോണിനെ കാണാൻ തീരെ സാധ്യതയില്ല. അതിന് പറയുന്ന പേര് നോഡ് എന്നാണ്. നമ്മൾ കൂടുതൽ അതിന്റെ അടുത്തതിൽ പരിചയപ്പെടുന്നുണ്ട്. അടുത്ത ഷേപ്പ് ഓഫ് 2p ഓർബിറ്റൽ. 2p ഓർബിറ്റലിന്റെ ഷേപ്പാണ്. 2p ഓർബിറ്റല് px ഉണ്ട്, py ഉണ്ട്, pz ഉണ്ട്. 3 ഓറിയന്റേഷൻ ഉണ്ട്. px എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിലാണ് കിടക്കുന്നുണ്ടാവും ഈ രണ്ട് ഡംബല്. py എന്ന് പറഞ്ഞാൽ y ആക്സിസിലാണ് രണ്ട് ഡംബല് കിടക്കുന്നുണ്ടാവും. pz എന്ന് പറഞ്ഞാൽ z ആക്സിസിലാണ് ഡംബല് കിടക്കുന്നുണ്ടാവും. px, py, pz എന്നുള്ള 3 ഓറിയന്റേഷൻസ് നോക്കുക. ഇവിടെയും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു ബലൂണ് പോലെയുണ്ട്, ഇപ്പുറത്തേക്ക് ഒരു ബലൂണ് പോലെയുണ്ട്. ഈ ബലൂണും തന്നെ എന്താണ്, ഡോട്ട്സ് ആണ്, ഒരിക്കലും എന്തല്ല ഫിക്സഡ് ആയിട്ടുള്ള ഒരു ബലൂൺ വരച്ചതല്ല. ഇവിടെയും ഈ പിന്നെന്താണ്, ഡോട്ടുകളുടെ ഡെൻസിറ്റി അനുസരിച്ച്, കോൺസെൻട്രേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ അതിന്റെ തീവ്രത അനുസരിച്ച് അതിന്റെ ഇലക്ട്രോൺ പ്രോബിലിറ്റി, ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു എക്സിലേക്കും എക്സും പിന്നെ എന്താണ്, എക്സിന്റെ പോസിറ്റീവ് ആക്സിസും നെഗറ്റീവ് ആക്സിസും ഉണ്ടാവും. പോസിറ്റീവിലേക്ക് ഒരു ലോബ് ഉണ്ടാവും, നെഗറ്റീവിലേക്ക് ഒരു ലോബ് ഉണ്ടാവും. പോസിറ്റീവ് ഉള്ള ലോബിനെ പ്ലസ് ഒന്നുകൊണ്ട് കാണിക്കും, നെഗറ്റീവ് ഉള്ള ലോബിനെ മൈനസ് ഒന്നുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഡംബൽ ഷേപ്പാണ് p ഓർബിറ്റലിനുള്ളത്. 2p ഓർബിറ്റലിന്റെ ഷേപ്പാണ് 2s ഓർബിറ്റലിന്റെ ഷേപ്പ്. 2p ഓർബിറ്റലിന്റെ മറ്റൊരു ഡയഗ്രാം സെയിം സാധനം തന്നെയാണ്. നമുക്ക് ഇവിടെ എക്സിലാണ് ഒരു ഡംബലിന് മുകളിലും അപ്പുറത്തേക്ക് ഡംബലും, pyയില് ഒന്ന് പുറത്തേക്ക് വൈയിലേക്ക്, വൈന് നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും വരുന്നു, അതേപോലെ z നെഗറ്റീവിലേക്ക് ഒന്ന് പോസിറ്റീവിലേക്ക് വന്നു. 2px, 2py, 2pz. അടുത്തത് 3D ഓർബിറ്റലിന്റെ ഷേപ്പാണ്. എസും പറഞ്ഞു, പിയും പറഞ്ഞു. നോക്കുക, എസ് സ്ഫെറിക്കലി സിമ്മട്രിക്കൽ ആണ്, അല്ലെങ്കിൽ സ്ഫിയർ ആണ്. പി ആവുമ്പോ ഡംബലാണ്. ഡി ഓർബിറ്റലിന്റെ ഷേപ്പ് ഡബിൾ ഡംബലാണ്, 2 ഡംബലുകളുണ്ട്. ഈ 2 ഡംബലുകള് അതിന്റെ പോസിബിലിറ്റി, ഇപ്പോ ഇത് പിന്നെ എക്സിനും സെഡിനും ഇടയിലാണ് കിടക്കുന്നത്. അപ്പൊ ഇത് DXZ ആണ്. അപ്പൊ DXZ എന്ന് പറയുമ്പോ എങ്ങനെ വരും, എക്സ് ആക്സിസ് ഉണ്ടാവും, വൈ ആക്സിസ് ഉണ്ടാവും, Z ആക്സിസ് ഉണ്ടാവും. അപ്പോ എക്സ് ആക്സിസിനും Z ആക്സിസിനും ഇടയിലും ആയിട്ട് 2 ഡംബലുകൾ ഇങ്ങനെ കിടക്കുമ്പോഴാണ്, 2 ഡംബലുകൾ ക്രോസ് ആയിട്ട് കിടക്കുമ്പോ ആ ഷേപ്പിന് പറയുന്ന പേരാണ് ഡി ഓർബിറ്റൽ, അല്ലെങ്കിൽ ആ ഷേപ്പിന്റെ ഡബിൾ ഡംബൽ ഷേപ്പാണ് ഡി ഓർബിറ്റൽ എന്നുള്ളത്. അങ്ങനെ 3 ഓറിയന്റേഷൻസ് ഉണ്ട്. 3 ഓറിയന്റേഷനില് DXZ ഉണ്ട്, DYZ ഉണ്ട്, DXY ഉണ്ട്. DXZ, DYZ, DXY, ഇങ്ങനെ 3 ഓറിയന്റേഷൻസ്. 4ാമത്തെ ഓറിയന്റേഷൻ DX² - Y². അത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. ഡി ഓർബിറ്റല് DXഉം DXZഉം DYZഉം DXYയും ഈ 3ഉം ആക്സിസിന്റെ ഇടയിലാണ് കിടക്കുന്നത്. ആക്സിസിന്റെ മുകളിലല്ല, ആക്സിസിന്റെ ഇടയിലാണ് കിടക്കുന്നത്. എന്നാൽ DX² - Y² എന്നുള്ളത് കിടക്കുന്നത് DX ആക്സിസിലും Y ആക്സിസിലുമാണ്. ആക്സിസിന്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ DX² - Y² എന്ന് പറഞ്ഞാൽ ഒരു ഡംബല് എക്സ് ആക്സിസിന്റെ മുകളിലുണ്ടാവും, ഒരു ഡംബല് Y ആക്സിസിന്റെ മുകളിലുണ്ടാവും. അത് ചെറുതായിട്ടൊന്ന് തിരിച്ചാല് ഈ ആക്സിസിൽ നിന്ന് ഡംബൽ എവിടേക്ക് പോകും, ഇതിന്റെ ഗ്യാപ്പിലേക്ക് പോകും. അപ്പൊ എന്തായിട്ട് മാറും, DXY ആയിട്ട് മാറും. DXY ആണത്. ഇതിനെ
പിന്നെ ഇതും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ഇത് രണ്ടും ഇത് ആക്സിസിന്റെ ഇടയിലാണ്, നമുക്ക് ഈ ഗ്യാപ്പിലാണ് വരുന്നത്. എന്നാൽ ഇത് ആക്സിസിന്റെ മുകളിൽ. അപ്പൊ ഈ dx² - y² ഒന്നും തിരിച്ച് ഇതിന്റെ ലോബ് ഈ എക്സ് ആക്സിൽ നിന്നും y ആക്സിൽ നിന്നും മാറി ഈ ഗ്യാപ്പിലേക്ക് ചാടി കഴിഞ്ഞാൽ അതെന്തായി dxy ആയി. അഞ്ചാമത്തെ പിന്നെ ഷേപ്പാണ് dz². dz² പ്രത്യേകത ഇവിടെ ഡബിൾ ഡംബൽ അല്ല, ഒരു സിംഗിൾ ഡംബൽ. അത് കിടക്കുന്നത് z ആക്സിസിലാണ്. ഡംബൽ കിടക്കുന്നത് z ആക്സിസിലാണ്. അതിനൊരു ബെൽറ്റ് ഉണ്ട്, അതാണ് z². അപ്പൊ ഒരു സെഡില് ഒരു ഡംബല്, അതിന് ചുറ്റും ഒരു ബെൽറ്റ് പോലെ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഇതിനെയാണ് dz² എന്നുള്ള പറയുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. s ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിക്കാറുണ്ട്, p ഓർബിറ്റലിന്റെ ഷേപ്പ് ചോദിക്കാറുണ്ട്, അതേപോലെ d ഓർബിറ്റലിന്റെ ഷേപ്പും വരയ്ക്കാൻ വേണ്ടി ചോദിക്കാറുണ്ട്. ദി ഷേപ്പ് ഓഫ് f ഓർബിറ്റൽ. f ഓർബിറ്റലിന്റെ ഷേപ്പ് നിങ്ങളുടെ ടെക്സ്റ്റിലും നിങ്ങൾക്ക് പഠിക്കാനൊന്നും ഇല്ല, ഷേപ്പ് പഠിക്കാനില്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക എന്നുള്ളൂ. ഇവിടെ 3 താഴെ കാണുന്ന പിന്നെ 4 3 ഡംബൽ ഷേപ്പുകളാണ്. ഡിയില് ഡബിൾ ഡംബൽ ആണെങ്കിൽ ഇവിടെ 3 ഡംബൽ ഷേപ്പുകളാണ് ഉള്ളത്. അതേപോലെ തന്നെ dz² പോലെയുള്ള എക്സിലും വൈയിലും സെഡിലുള്ള 3 ഓറിയന്റേഷൻ ആണ് എഫ് ഓർബിറ്റലിന്റെ കേസിൽ. അങ്ങനെ 7 ഷേപ്പുകളാണ് എഫ് ഓർബിറ്റലിനുള്ളത്. അടുത്ത പരിചയപ്പെടുന്ന ടേമാണ് നോഡ്സ്. NODS. നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the region where zero electron probability density. നമ്മൾ നേരത്തെ കണ്ടു s ഓർബിറ്റിൽ പറഞ്ഞ സമയത്ത് 1s കഴിഞ്ഞിട്ട് കുറച്ച് വൈറ്റ് സ്പേസ്, എന്നിട്ടാണ് 2s വരുന്നത്. ആ 1sനും 2sനും ഇടയിലുള്ള ആ സ്പേസിനെയാണ് നമ്മൾ നോഡ് എന്ന് പറയുന്നത്. നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is a region where there is no probability or zero probability to find electron in an atom is called node. Total number of nodes n-1 ആയിരിക്കും. അതായത് പിന്നെ ഒന്നാമത്തെ ഓർബിറ്റ് എസിന്റെ കേസിൽ ഒന്നാമത്തെ n=1 0 നോഡാണ്. 2s ആവുമ്പോ 2-1 ഒരു നോഡ്, 3s ആവുമ്പോ 3-1 2 നോഡ്. അങ്ങനെ നമ്പർ ഓഫ് നോഡ്സ് എസ് ഓർബിറ്റലിന്റെ നോഡ്സ് അങ്ങനെ ആയിരിക്കും. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ഡ്രോ എ 100% പ്രോബിലിറ്റി റിജിഡ് ഏരിയ അറൌണ്ട് ദി ന്യൂക്ലിയസ്. നമുക്ക് ഒരിക്കലും ന്യൂക്ലിയസിന് ചുറ്റും ഒരു 100% പ്രോബിലിറ്റി ഉള്ള ഒരു റിജിഡ് ഏരിയ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്, വരയ്ക്കാൻ പോസിബിൾ. ഓൺലി പോസിബിൾ ദി പ്രോബിലിറ്റി ഈസ് 90%. മാക്സിമം നമുക്ക് 90% പ്രോബിലിറ്റി വരെ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ഫോർ NP and ND orbitals, the probability density are 0 at the plane passing through nucleus. ഇത് നേരത്തെ പറഞ്ഞ ഇത് മുഴുവൻ NS ഓർബിറ്റലിന്റെ ആണ്, NS ഓർബിറ്റലിന്റെ ആണ് n-1 നോഡ്സ് എന്ന് പറഞ്ഞത്. എന്നാൽ NP ഓർബിറ്റലും ND ഓർബിറ്റലിന്റെ കേസിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി ആർ 0 അറ്റ് ദി പ്ലെയിൻ പാസിംഗ് ത്രൂ എ ന്യൂക്ലിയസ്. അവിടെ നമുക്ക് ഒരു പിന്നെ NP ഓർബിറ്റൽസിന്റെയും ND ഓർബിറ്റൽസിന്റെയും കേസിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കും. ഒരു പ്ലെയിനിൽ ന്യൂക്ലിയസിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനിൽ പ്രോബിലിറ്റി ഡെൻസിറ്റി 0 ആയിരിക്കും. ഇവിടെയൊക്കെ സർക്കുലർ പിന്നെ നോഡാണെങ്കിൽ ഇവിടെ പ്ലെയിൻ, ഒരു നോഡൽ പ്ലെയിൻ ആയിരിക്കും. ഇവിടെ ഒരു സർക്കിളിലായിരിക്കും എസ് ഓർബിറ്റലിന്റെ കേസിൽ ഉണ്ടാവുക. എന്നാൽ പിയിലും ഡിയിലും അവിടെ പ്ലാനാർ നോഡ്, ഒരു പ്ലെയിനും കൂടി ഉണ്ടാവും. അപ്പൊ 2 തരത്തിലുള്ള നോഡുകൾ നമുക്ക് പരിചയപ്പെടാം. അപ്പൊ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏരിയ റീജിയൻ ദർ ഇസ് നോ പ്രോബിലിറ്റി ടു ഫൈൻഡ് ഇലക്ട്രോൺ. 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. ഒന്ന്, probability distribution curve of 1s and 2s orbital. 1s ഓർബിറ്റലിന്റെയും 2s ഓർബിറ്റലിന്റെയും പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവും, അതോടൊപ്പം തന്നെ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ നോഡ്സിനെ കുറിച്ച്. 2ലും നോഡ്സിന്റെ നമ്മൾ പറഞ്ഞ പിന്നെ നോഡ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ n-1 ആയിരിക്കും എന്ന് പറഞ്ഞു എസ് ഓർബിറ്റലിന്റെ കേസിൽ. അപ്പൊ ആ നോഡ്സിന്റെ കാര്യങ്ങൾ കൂടിയാണ് നമ്മളിവിടെ പറയുന്നത്. നോക്കാം, ഇവിടെ കൊടുത്തിട്ടുള്ള 1s ഓർബിറ്റൽ. ഈ 1s ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് y ആക്സിസില് ψ² പ്രോബബിലിറ്റി ഡെൻസിറ്റി, x ആക്സിസില് റേഡിയസ് ഇൻ നാനോമീറ്റർ. അപ്പൊ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ഇവിടെ കാണുന്ന ചെറിയ ഗ്യാപ്പ്, ഇത് ന്യൂക്ലിയസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ആ ഒരു പ്രത്യേക ഡിസ്റ്റൻസ് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആയിരിക്കും മാക്സിമം പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടാവും ഇലക്ട്രോണിന്റെ. പിന്നെ ഇങ്ങനെ പ്രോബബിലിറ്റി ഡെൻസിറ്റി കുറഞ്ഞു വരും. അപ്പൊ ഇതാണ് 1s, ഒരു പീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ 1sന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇനി നോക്കാം അടുത്ത് 2s. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇവിടെ നോഡ് 1sന് നോഡ് ഉണ്ടാവില്ല, കാരണം n-1 ആണ്, n=1 ആണ് 1sന്.
n equal to 1 ആകുമ്പോൾ n-1 എന്ന് പറഞ്ഞാൽ 1 - 1 0. There is no node, 0 node. ഇനി അടുത്തത് നമുക്ക് 2s ഓർബിറ്റലാണ്. 2s ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പൊ ഈ വരുന്നത് 1s ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. ഇത് ഇവിടെ നോഡ് കൂടി 0 ആയി, ഇവിടെ കണ്ടാലേ 0. ഇത് തന്നെയാണ് ഇവിടുത്തെ കർവ്. ആ ഭാഗത്ത് 0-ൽ ടച്ച് ചെയ്യുന്നു. Because there is a node, there is no probability to find a electron. വീണ്ടും ഇലക്ട്രോണിനെ കാണാനുള്ള സാധ്യത കൂടി വരുന്നു, മാക്സിമം എത്തുന്നു, വീണ്ടും ഇങ്ങനെ താഴോട്ട് വരുന്നു. ഇതാണ് 2s ഓർബിറ്റലിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. പരീക്ഷയ്ക്ക് ചോദിക്കാം, 1s ചോദിക്കാം, 2s ചോദിക്കാം. 3s ചോദിച്ചാലോ ഇതേപോലെ ഇങ്ങനെ ഒന്ന് വന്നു, ഇതേപോലെ ഒന്നും കൂടി വരും. അങ്ങനെ 3 പീക്ക് ഉണ്ട്. ഇവിടെ 2s-ന് 1s-ന് 1 പീക്ക്, 2s-ന് 2 പീക്ക്, 3s-ന് 3 പീക്ക്. അപ്പൊ ഇവിടെ ഇത് ഒന്നാമത്തെ പീക്ക് ശ്രദ്ധിക്കേണ്ടത് മുകളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്, ഇവിടെ 0 എന്നല്ല. അപ്പൊ ഇതാണ് 2s-ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അതോടൊപ്പം പറയുന്നത് 2s നമുക്കറിയാം n-1 ആണ് നോഡിന്റെ എണ്ണം. n-1 എന്ന് പറഞ്ഞാൽ 2 - 1. അപ്പൊ എത്ര ഉണ്ടാവുള്ളൂ? ഒരു നോഡ്. ആ നോഡാണ്. അപ്പൊ ഒന്നാമത്തെ 1s ഓർബിറ്റ് കഴിഞ്ഞു, പിന്നെ ഒരു നോഡ്, then 2s ഓർബിറ്റ്. 3s ആകുമ്പോൾ ഒരു നോഡും കൂടി വരും. ഈ കർവ് നേരെ താഴോട്ട് വരും, വീണ്ടും അടുത്തൊരു പീക്ക് വരും. അപ്പൊ ഇത് 1s 2s ഇതേപോലെ തന്നെ 3s ഒരു പീക്കും കൂടി ഉണ്ടാവുന്നുള്ളൂ. ഇവിടെ ഒരു പീക്ക് ഉണ്ട്, രണ്ടാമത്തെ പീക്ക് ഇവിടെ 1s 2s വീണ്ടും താഴേക്ക് വരും, വീണ്ടും ഒരു കർവ് കൂടി വരും. അതാണ് 3s-ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. അപ്പൊ 2 കാര്യങ്ങളാണ് പരിചയപ്പെടുത്തിയ, നോഡും അതേപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ്. 1s നമ്മൾ പറഞ്ഞു, 1s-ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് എന്ന് പറഞ്ഞു. 2s-ന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് പറഞ്ഞു, 3s പറഞ്ഞു. ഇതാണ് 3s-ന് ഞാൻ പറഞ്ഞത്. 1 കഴിഞ്ഞ് 1s കഴിഞ്ഞ് 2s കഴിഞ്ഞ് വീണ്ടും 1 കൂടി വരും. അപ്പൊ നമുക്ക് അവിടെ 2 നോഡുകളാണ്, കറുത്ത പോയിന്റുകൾ കാണിച്ചിട്ടുണ്ട്. ഇതൊന്ന് അതിനപ്പുറത്തൊന്ന്, 0.4-ന്റെ അപ്പുറത്തൊന്ന്, അങ്ങനെ 2 നോഡുകളുണ്ട്. അപ്പൊ 3s ആവുമ്പോ 3 - 1 2 2 നോഡുകൾ ഉണ്ടാവും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. 1s 2s 3s ഇതിന്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ചോദിക്കാറുണ്ട്. കർവ് നിങ്ങളെ നോട്ടിൽ ഇല്ലെങ്കിലും, ചിലപ്പോൾ നിങ്ങൾക്ക് തന്ന നോട്ടില് ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് ഇല്ലെങ്കിൽ അത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ ക്ലാസ് കാണുമ്പോൾ തന്നെ വരച്ചു വെക്കണം. അപ്പൊ 1s-ന്റെയും 2s-ന്റെയും 3s-ന്റെയും ഇതേപോലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കർവ് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നോട്ടിലില്ലെങ്കിൽ അത് വരച്ചു വെക്കുക. ഈ വീഡിയോ ഉണ്ട്. നോട്ട്സ് ഒന്നുകൂടി റെപ്രസെന്റ് ചെയ്യാണ്. 1s-ന് 0 നോട്ട്സ്, 1s-ന് 0 നോട്ട്സ്, 2s-ന് 1 നോഡ്, അതാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. 3s-ന് 2 നോഡ്, ആ 2 നോഡുകളുടെ പോയിന്റുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സിന് എസ് ഓർബിറ്റലിന്റെ നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് ഇൻ എസ് ഓർബിറ്റലിലെ റേഡിയൽ നോഡിന്റെ എണ്ണം n-1 ആയിരിക്കും. ഇതും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്പർ ഓഫ് റേഡിയൽ നോട്ട്സ് for s orbital is equal to n-1. n-1 ആയിരിക്കും s ഓർബിറ്റലിന്റെ റേഡിയൽ നോഡ്. റേഡിയൽ നോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. റേഡിയസ് 2 തരത്തിലുള്ള നോഡുകൾ ഉണ്ട്, അത് പരിചയപ്പെടുത്താം. ഒന്ന് റേഡിയൽ നോഡും മറ്റൊന്ന് പ്ലാനാർ നോഡുമാണ്. ഈ റേഡിയൽ നോഡും ആംഗുലാർ നോഡ് എന്ന് പറയും, അല്ലെങ്കിൽ പ്ലാനാർ നോഡ്. റേഡിയൽ നോഡും പ്ലാനാർ നോഡും. ഇപ്പൊ റേഡിയൽ നോഡും അല്ലെങ്കിൽ പറയുന്നത് റേഡിയൽ നോഡും ആംഗുലാർ നോഡും. ഇപ്പൊ റേഡിയൽ നോഡ് എന്ന റേഡിയസിലുള്ള നോഡ്, അതായത് ഒരു സ്ഫിയർ വന്നു, എസ് ഓർബിറ്റൽ കേസിൽ ഒരു സ്ഫിയർ വന്നു, ആ സ്ഫിയർ കഴിഞ്ഞ് അടുത്തൊരു റേഡിയസിലുള്ള നോഡിനെയാണ് റേഡിയൽ നോഡ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പറഞ്ഞത് എസ് ഓർബിറ്റലിന്റെ കേസിൽ റേഡിയൽ നോഡ്. പി ഓർബിറ്റലിന്റെ കേസിൽ വരുമ്പോൾ പ്ലാനാർ നോഡ് അല്ലെങ്കിൽ ആംഗുലാർ നോഡും കൂടി വരും. അത് നമുക്ക് ആ സമയം വരുമ്പോൾ മനസ്സിലായി. എസ് ഓർബിറ്റലിലെ ആംഗുലാർ നോഡ് നമ്മൾ പറഞ്ഞു. അടുത്തത് പി ഓർബിറ്റലിലെ ആംഗുലാർ നോഡാണ്. നമുക്ക് 2p തുടങ്ങാം. 2p-ന്റെ കേസിൽ നോക്കുക, അവിടെ ആംഗുലാർ നോഡ് ഇല്ല. പിന്നെ റേഡിയൽ നോഡ് ഇല്ല. കാരണം അവിടെ പി ഓർബിറ്റലിന്റെ നോഡ് പറയുന്ന സമയത്ത് അതിന്റെ റേഡിയൽ നോഡ് n-2. എസ് ഓർബിറ്റലിന്റെ n-1 ആണെങ്കിൽ ഇവിടെ n-2 ആണ്. അപ്പോ ഇവിടെ 2p ആകുമ്പോൾ 2 - 2 0. 2pക്ക് നോഡ് ഇല്ല. ഇപ്പൊ അടുത്ത 3p വരുന്ന സമയത്ത് n-2 നോഡ്സ് ആണ്. അപ്പൊ 3 - 2 ഒരു നോഡ്. ആ ഒരു നോഡാണ് ഇവിടെ നോക്കുക, ഈ കാണുന്ന 2p കഴിഞ്ഞാലുള്ള ഗ്യാപ്പ് ഇത്രയും വലിഞ്ഞെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേക്കൻറ്റ് സ്പേസ് ആണ്. ഇതാണ് നോഡ്. അത് കഴിഞ്ഞാൽ 3p. 2pക്കും 3pക്കും ഇടയിൽ ഒരു നോഡ് ഉണ്ടാവും. 3pക്ക് ഒരു റേഡിയൽ നോഡ്. ഇനി നോക്കുക 4p ആണെങ്കിലോ, 4p ആണെങ്കിൽ 4 - 2 ആണ്. 2 നോഡ് ഉണ്ടാവും. 4 - 2 ഇവിടെ ഒരു നോഡ്, പിന്നെ 2pക്കും 3pക്കും ഇടയിലാണ്, 3pക്കും 4pക്കും ഇടയിലുള്ള, അങ്ങനെ 2
നോഡുകൾ ഉണ്ടാവും. അപ്പോ റേഡിയൽ നോഡ് എസ് ഓർബിറ്റലിലാണെങ്കിൽ n-1 ആണ്, പി ഓർബിറ്റലിലാണെങ്കിൽ n-2 ആയിരിക്കും. അപ്പൊ നമ്മള് എസ് ഓർബിറ്റലിന്റെയും പി ഓർബിറ്റലിന്റെയും റേഡിയൽ നോഡ്സിനെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞത്. അപ്പൊ റേഡിയൽ നോഡ്സിന്റെ ഇക്വേഷൻ ഞാൻ പറഞ്ഞു, എസ് ഓർബിറ്റൽ ആണെങ്കിൽ n-1 ആണ്, പി ഓർബിറ്റൽ ആണെങ്കിൽ n-2 ആണ്, ഡി ഓർബിറ്റൽ ആണെങ്കിൽ n-3 ആണ്. അപ്പൊ അതിനുള്ള ഇക്വേഷൻ, ജനറൽ ആയിട്ടുള്ള ഇക്വേഷൻ n-l-1 ആണ്. അപ്പൊ എസ് ഓർബിറ്റൽ വരുമ്പോ n-l 0 ആണ്. അപ്പൊ n-0-1 എന്നുള്ളത് n-1 കിട്ടും. ഇനി അത് പി ഓർബിറ്റലാകുമ്പോൾ l=1 ആണ്. അപ്പൊ എന്ത് വരും? n-1-1 n-2 വരും. ഇനി ഡി ഓർബിറ്റലാകുമ്പോ l=2 ആണ്. അപ്പൊ എന്ത് വരും? n-l-1 എന്ന് പറയുമ്പോൾ n-2-1 വരും. അപ്പൊ എന്താ വരിക? n-3. അപ്പൊ റേഡിയൽ നോഡ് കാണാനുള്ള, നമ്പർ ഓഫ് റേഡിയൽ നോഡ്സ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ n-l-1 എന്നുള്ളതാണ്. അത് ഓർത്തു വെക്കുക. ഏതാണെങ്കിലും, ഏത് സബ്ഷെല്ലിന്റെ ആണെങ്കിലും റേഡിയൽ നോഡ് കാണാൻ ഇക്വേഷൻ n-l എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലാർ എന്താണ്, സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ ആണ് എൽ വാല്യൂ. അപ്പൊ അതാണ് n-l-1 എന്നുള്ളതാണ് റേഡിയൽ നോഡിന്റെ ഇക്വേഷൻ. അടുത്ത നോഡാണ് ആംഗുലാർ നോഡ്. അതായത് നോഡ് ഇൻ പ്ലെയിൻ, പ്ലെയിനിലുള്ള നോഡിനെയാണ് ആംഗുലാർ നോഡ് എന്ന് പറയാ, റേഡിയസിലുള്ള നോഡിനെയാണ് റേഡിയൽ നോഡ് എന്ന് പറയാം. അപ്പൊ അടുത്തത് നമ്മൾ പറയുന്നത് ആംഗുലാർ നോഡാണ്. ആംഗുലാർ നോഡ് എസ് ഓർബിറ്റലിൽ ഇല്ല, പി ഓർബിറ്റലിലാണ് ആംഗുലാർ നോഡ് കാണിക്കുന്നത്. ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് റേഡിയൽ നോഡ്സിനെ കുറിച്ചാണ്. അടുത്ത് പറയുന്നത് പ്ലാനാർ നോഡ്സ് അല്ലെങ്കിൽ നോഡൽ പ്ലെയിൻസ്, അല്ലെങ്കിൽ മറ്റൊരു പേര് ആംഗുലാർ നോഡ്സ്. ആംഗുലാർ നോഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിനാണ്, പ്ലെയിനിലുള്ള നോഡാണ്. നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം പി എക്സില് വൈയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിന്, ആ പ്ലെയിൻ എന്താണ്? നോഡാണ്. അതില് there is no presence of electron, അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡെൻസിറ്റി ഇല്ല. ആ പ്ലെയിനിൽ നമുക്ക് ഇലക്ട്രോണിനെ കാണാൻ സാധ്യമല്ല. ഇവിടെ പി വൈയിലാവുമ്പോ എക്സിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ, പി സെഡ് ആണെങ്കിൽ ഇതിലൂടെയാണ് വൈയിലൂടെ പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ. അപ്പൊ ഈ പ്ലെയിനുകളിലൊന്നും നമുക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി കാണാൻ സാധ്യമല്ല. ഈ നോഡ്സിനെയാണ് നമ്മള് പ്ലാനാർ നോഡ്സ് അല്ലെങ്കിൽ ആംഗുലാർ നോഡ്സ് എന്ന് പറയും. അപ്പോ എസില് ആംഗുലാർ നോഡ് ഇല്ല, റേഡിയൽ നോഡേ ഉള്ളൂ. ഇൻഡിക്കേഷൻ ഒക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ പിയില് ആംഗുലാർ നോഡ് ഉണ്ട്, അത് 1 ആണ്. അപ്പൊ അതിന് ജനറൽ ഇക്വേഷൻ അല്ലെങ്കിൽ ജനറൽ നമ്പർ ഓഫ് നോഡൽ പ്ലെയിൻസ് ഇൻ അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഈക്വൽ ടു എൽ. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു സബ്സിഡിയറി ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. ആ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂവിന് ഈക്വൽ ആയിരിക്കും ഒരു അറ്റോമിക് ഓർബിറ്റലിലെ ആംഗുലാർ നോഡിന്റെ എണ്ണം. ദി നമ്പർ ഓഫ് ആംഗുലാർ നോഡ്സ് ഈക്വൽ ടു എൽ. എൽ ഈസ് ദി സബ്സിഡിയറി ക്വാണ്ടം നമ്പർ ഓർ അസിമുത്തൽ ക്വാണ്ടം നമ്പർ. അപ്പൊ എസില് എൽ വാല്യൂ എത്രയാണ്? 0 ആണ്. അപ്പൊ there is no ആംഗുലാർ നോഡ്. പിയുടെ എൽ വാല്യൂ 1 ആണ്. അപ്പോ പിക്ക് ഒരു ആംഗുലാർ നോഡ്. ഡി ഓർബിറ്റൽ വരുമ്പോ അതിന്റെ എൽ വാല്യൂ 2 ആണ്. അപ്പൊ 2 ആംഗുലാർ നോഡ്. അപ്പോ n-l-1 ആണ് റേഡിയൽ നോഡിന്റെ എണ്ണം, എൽ ആണ് ആംഗുലാർ നോഡിന്റെ എണ്ണം. അപ്പൊ ടോട്ടൽ നോഡ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? റേഡിയൽ നോഡ് പ്ലസ് ആംഗുലാർ നോഡ്. റേഡിയൽ നോഡിന്റെ എണ്ണം n-l-1, അതിനോട് കൂടി എല്ല് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക്, അതായത് റേഡിയൽ ആംഗുലാർ നോഡ് കൂടി കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ നോഡ്സ് കിട്ടും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു n-1.